നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിൻ്റെ ഏതാണ്ട് പ്രചരണ പരിപാടികളൊക്കെ തന്നെ ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി തുടങ്ങിയിട്ടുണ്ട്. ഈ സന്ദർഭങ്ങളിലൊക്കെ തന്നെ നമ്മൾ പലപ്പോഴും ബിഗ് സ്റ്റോറി ചൂണ്ടിക്കാട്ടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില അപൂർവ വാർത്തകളെക്കുറിച്ചാണ്. നേരത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ കേരളത്തിൽ മുഖ്യമന്ത്രിമാരായിരുന്നിട്ട് പിന്നീട് ലോക്സഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട പ്രമുഖരെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഇത്തവണ നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിമാരായിരുന്നിട്ട് ലോക്സഭയിലേക്ക് വിജയിച്ച നേതാക്കളെക്കുറിച്ചാണ്. 2 നേതാക്കൾ മാത്രമാണ് കേരളത്തിൽ മുഖ്യമന്ത്രിമാരായിരുന്നിട്ട് പിന്നീട് ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചത്. അതിൽ ആദ്യത്തെ പേര് സാക്ഷാൽ കെ കരുണാകരൻ്റേത് തന്നെയാണ്. അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് പിന്നീട് രാജിവെച്ച് കേന്ദ്ര മന്ത്രിസഭയിൽ ചേർന്നത്. അന്ന് MP അല്ലാതിരുന്ന കെ കരുണാകരൻ പിന്നീട് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. 1996 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കെ കരുണാകരൻ മത്സരിച്ചിരുന്നു. ജന്മം കൊണ്ട് കണ്ണൂരാണെങ്കിലും കർമ്മം കൊണ്ട് തൃശ്ശൂർക്കാരനായി മാറിയിരുന്ന കെ കരുണാകരൻ പക്ഷേ അവിടെ VV രാഘവനോട് പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് 1998 അന്നത്തെ പല പാർലമെൻറ്റും വളരെ ഹ്രസ്വമായിരുന്നു. പലപ്പോഴും ദുർബലമായ മന്ത്രിസഭകൾ, അങ്ങനെ മന്ത്രിസഭ നിലംപതിക്കുന്നു, തുടർന്ന് അടുത്ത തിരഞ്ഞെടുപ്പ്, അങ്ങനെ ഒരു രീതിയായിരുന്നു. 1996 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 98 വീണ്ടും തിരഞ്ഞെടുപ്പ് വന്നു. അന്ന് കെ കരുണാകരൻ ലോക്സഭയിലേക്ക് മത്സരിച്ചത് തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ നേടാനെത്തിയതാകട്ടെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവായ നേരത്തെ MLA യും MP ഒക്കെ ആയിരുന്ന, അന്ന് തിരുവനന്തപുരത്ത് സിറ്റിംഗ് MP ആയിരുന്ന KV സുരേന്ദ്രനാഥാണ്. സുരേന്ദ്രനാഥിനെ പരാജയപ്പെടുത്തിയാണ് കെ കരുണാകരൻ ലോക്സഭയിലേക്ക് പോയത്. അങ്ങനെ മുഖ്യമന്ത്രി പദത്തിന് ശേഷം കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരാൾ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് കെ കരുണാകരനാണ്. പിന്നീട് 2004 അടുത്ത ഒരു മുൻ മുഖ്യമന്ത്രി ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതും യാദൃച്ഛികമായി തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ്. മുൻ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് നേതാവൊക്കെ ആയിരുന്ന PK വാസുദേവൻ നായരാണ് 2004 ലോക്സഭയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. PKV മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് അദ്ദേഹം പലവട്ടം ലോക്സഭാംഗമായിരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പല പ്രാവശ്യം ലോക്സഭാംഗം ആയിരുന്നിട്ടുണ്ട്. പിന്നീട് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരികയും കേരളത്തിൽ മന്ത്രിയായിരുന്നു. പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയുമായി. 1982 നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് അദ്ദേഹം ഒരു തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത് 2004 ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ്. PK വാസുദേവൻ നായർ മികച്ച ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് തൻ്റെ ലോക്സഭാ അംഗത്വത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കാനായില്ല. രോഗബാധയെ തുടർന്ന് അദ്ദേഹം അന്തരിക്കുകയായിരുന്നു. എങ്കിലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ് ഇത്. 2 മുൻ മുഖ്യമന്ത്രിമാരെ അവരുടെ മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞതിന് ശേഷം ലോക്സഭയിലേക്ക് അയക്കാനുള്ള ആ ഒരു ആർജവം കാട്ടിയ ലോക്സഭാ മണ്ഡലം. 2 നേതാക്കളും 2 മുന്നണിയിൽപ്പെട്ടവരായിരുന്നു എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു സവിശേഷതയാണ്.